ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രീം കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ പേളിൻ്റെ ഡ്രോപ്സാണ് സ്ക്രീനിൽ എഴുതിയേക്കണ പോലെ പേളിൻ്റെ ഡ്രോപ്സ് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് അങ്ങനെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റിയില്ല. നിങ്ങൾക്ക് തിരക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുക. എന്തായാലും എൻ്റെ മെയിൻ ചാനൽ കാണുന്നവരായിരിക്കും ഇത് കാണുക എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ നമുക്ക് കണ്ടാലോ. അപ്പോൾ ഇതൊക്കെ പതിവ് പോലെ ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോസിൽ മൊത്തം അറിയാലോ, ആദ്യം ഫോട്ടോസ് കാണിച്ച് പിന്നെ ഞാൻ വീഡിയോസിലേക്ക് കടക്കാറ് പതിവ്. അപ്പോൾ ഇന്നലെ ഡിമ്പിളിനെ അറിയില്ല ഞാൻ എങ്ങനെയാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന്. കുട്ടി വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെങ്കിലും എന്താണെന്ന് മനസ്സിലാവാണ്ട് ആകെ കൂടെ ടെൻഷനായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ചെയ്തോളാം. കാരണം നമ്മൾ എടുത്തവർക്ക് അത് വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ എവിടെ എന്താ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത് കേട്ടോ. അപ്പോൾ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ട് മാറി മാറി വീഡിയോസ് ഇടാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഡ്രോപ്സ്, അതായത് മുമ്പ് നമ്മൾ കാണിച്ചതൊക്കെ സ്റ്റഡുകളാണ്. ഇത് 1 മണി 2 മണിയൊക്കെ ഞാന്ന് കിടക്കാൻ ഇഷ്ടമുള്ള അവർക്ക് പറ്റിയ ഡ്രോപ്സാണ്. പിന്നെ കുട്ടികൾക്കുള്ളതുണ്ട്, പിന്നെ വലിയവർക്കുള്ള ഫങ്ഷൻ ഇടാൻ പറ്റിയ സംഭവങ്ങൾ എല്ലാതും ഉണ്ട്. അപ്പോൾ അത് പേൾ മാത്രമാണ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് സെറ്റും ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ മാലകളും ഉണ്ട്. ഇതിപ്പോൾ ഞാൻ കമ്മലുകൾ മാത്രമായിട്ട് കാണിച്ചിട്ടുള്ളതാണ്. ഈ പേളിൻ്റെ പല വലുപ്പത്തിലുള്ളതുണ്ട്. അപ്പോൾ വിശദമായിട്ടുള്ള വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെ ഫോട്ടോസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് അയച്ചാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടണത്. ഇത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതിൻ്റെ ഓരോന്നിനെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അത് അടുത്തൊരു സെഗ്മെൻറ്റായിട്ടാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിലൊരു സെപ്പറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചായ കുടിക്കുന്ന ഒരു സംഭവം ഇട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ എനിക്ക് വീഡിയോ ഫോട്ടോസ് ഏതാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇത് നമ്മളുടെ കുഞ്ഞു കുട്ടികൾക്കുള്ളത്. കുഞ്ഞു കുട്ടികൾക്ക് നല്ല കോളേജ് കുട്ടികൾക്കായിരിക്കും ആയാലും ഇത് ഇടാട്ടോ. ഈ ഗോൾഡൻ ഡ്രോപ്പ് സ്റ്റഡ് മുകളിലും താഴെ ഒരു ഡ്രോപ്പും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 3 കുഞ്ഞ് മണി, മൊത്തം 4 മണികൾ ഡംബൽസ് പോലെ. ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. പേളിൻ്റെ സ്റ്റഡ് വേറെ, ഡ്രോപ്സ് വേറെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രോപ്സ് ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അല്ല ഇന്നിപ്പോൾ സ്റ്റഡ് ഇട്ടാൽ മതി എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഇടാം. ആ സ്റ്റഡ് എടുത്ത് സെക്കൻഡ് സ്റ്റഡായിട്ട് യൂസ് ചെയ്യാം. ഇതും അങ്ങനെ തന്നെയാണ്, സെപ്പറേറ്റ് ആയിട്ട് സ്റ്റഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റഡിന് വേണമെങ്കിൽ പേൾ അത് യൂസ് ചെയ്യാം കേട്ടോ. ഇതും സെപ്പറേറ്റ് തന്നെയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരുവിധമൊക്കെ സ്റ്റഡും ഡ്രോപ്സും സെപ്പറേറ്റ് ആണ്. അപ്പോൾ 1 വരി 2 വരി പിന്നെ അതുകൂടാണ്ട് ലെങ്ത്ത് കൂടുതലുള്ളത്, അങ്ങനത്തെ പല പാറ്റേൺ ഉണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിൽ ഫുൾ വൈറ്റ് AD സ്റ്റോൺസാണ്. നല്ല ഭംഗിയുള്ള കല്ലുകളായിട്ട് നമ്മുടെ കുർബാന സ്വീകരണത്തിനൊക്കെ ഇടാൻ പറ്റിയതാണ് കേട്ടോ. ഇതൊക്കെ അങ്ങനെ ഇടാൻ പറ്റിയ സംഭവമാണ്. അതായത് വൈറ്റ് സ്റ്റോൺസിൻ്റെ ഇടയിൽ ഒരു പേളിൻ്റെ ഒരു മണി. ശരിക്കും സമയം കുറച്ച് ഇത് കുറച്ച് മുമ്പ് നിങ്ങളെ കാണിക്കേണ്ടതായിരുന്നു അല്ലേ. അപ്പോൾ ഇത് നോർമൽ കാണുന്ന ഒരു ഡിസൈനാണ്. ഇതിനൊന്നും ഈ പാറ്റേണിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഇങ്ങനത്തേനൊന്നും വലിയ വിലയില്ല. പേള് മാത്രമായിട്ട് വരുന്നുണ്ട്, അതിനാണ് വില. ഗോൾഡ് കൂടുതലും പേള് കുറവും വരുമ്പോൾ അതനുസരിച്ച് വില കുറയുകയും ചെയ്യും. കുറേ പേർക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പോൾ പേളിനാണ് ശരിക്കും വില. അപ്പോൾ പേളും അല്ലെങ്കിൽ സ്റ്റോൺസ് എണ്ണം കൂടുന്നതനുസരിച്ചാണ് വിലകളും വരുന്നത്. അപ്പോൾ നമ്മൾ സ്വർണ്ണക്കടയിൽ പോയാലും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ പേളുകളൊന്നുമല്ല. ഇത് കറക്റ്റ് എന്നാൽ ഒറിജിനൽ എന്നൊന്നും പറയില്ല കേട്ടോ. ഒറിജിനൽ പേളിൻ്റെ വിലയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് എങ്കിലേ നമുക്കിത് പ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലേറ്റിങ്ങും റീപ്ലേറ്റിങ്ങും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ക്വാളിറ്റി നല്ല വലിയ പ്രശ്നമില്ലാത്ത തരം പേളുകളാണ് നമ്മളുടെ കയ്യിലുള്ളത്. അല്ലാത്തതാണെങ്കിൽ നമ്മൾ ഇതിൽ കെമിക്കലിൽ പ്ലേറ്റ് ചെയ്യാനായിട്ട് ഇടുമ്പോൾ അത് ഉരുകിപ്പോവും, പ്ലാസ്റ്റിക് പോലെ ഉരുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ലത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ റീപ്ലേറ്റിങ്ങിനുള്ള സമയത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. കാരണം കുറേ പേർക്ക് അറിയില്ല. കുറേ പേര് പറയും ഇത് അപ്പുറത്ത് ഇത്ര വിലയുള്ളല്ലോ, ഇപ്പുറത്ത് ഇത്ര വിലയുള്ളൂ എന്ന് പറയും. പക്ഷേ ക്വാളിറ്റിയിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ ഇതിന് പറ്റിയ സെറ്റുകൾ, നെക്ലസ്സുകൾ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ പേളിൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്ക് ബൈ.